ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മിക്കവാറും പറയാറുള്ളത് പൊതുവെ അവിടെ പോയി ഈ സാധനം മേടിച്ച വില കുറവാണെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കും അങ്ങനെ ചെയ്ത് നോക്കും. അപ്പം ഇന്ന് അതെല്ലാം വിട്ടിട്ട് ഒരു ചെറിയൊരു കാര്യത്തിലേക്ക് ഒന്ന് ബന്ധിക്കുകയാണ്. അപ്പം ഞാൻ ഈ ഇടയ്ക്ക് ഒരു ഫ്രണ്ടോട് സംസാരിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞില്ല. പുള്ളിക്കാരി കുറേ പണ്ടത്തെ കുറച്ച് പാട്ടുകൾ കാര്യങ്ങൾ അങ്ങനെയൊക്കെ കാണുന്ന ഒരാളായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ച് വന്നപ്പോഴത്തേക്ക് ഒരു പണ്ടത്തെ ഒരു പ്രോഗ്രാമാണ്, TV പ്രോഗ്രാമാണ്. പുള്ളിക്കാരിക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല. പക്ഷേ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ വേറൊരാളും കൂടെ ആയിട്ട് നിന്നപ്പോഴത്തേക്കും അവൾക്ക് ഇതിനെപ്പറ്റി അറിയാം. ഞാനും പിന്നെ പറഞ്ഞ് അതിനെ കയറി പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മളിങ്ങനെ പണ്ടത്തെ ആ മെമ്മറീസൊക്കെ ഇനി ഇല്ലല്ലോ, അല്ലെങ്കിൽ ഇനി അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരത്തില്ലല്ലോ എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പം നമുക്കൊരു സങ്കടം തോന്നി. അതുപോലെ നമ്മളല്ല മെമ്മറീസ്, ഓർമ്മകൾ എന്ന് പറയുന്നത് ഭയങ്കര പവർഫുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ അതുപോലെ നമുക്ക് എന്തിനെ കുറിച്ച് പേടിക്കുന്ന ചോദിച്ചിപ്പം നമ്മൾ ഓർമ്മ നഷ്ടപ്പെടുമ്പോൾ അതിനെപ്പറ്റിയാണ് നമ്മൾ വിഷമിക്കുന്നത് പറയുന്നവരെ കേട്ടിട്ടുണ്ട്. അതേപോലെയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇതായിട്ടുള്ളതാണ് നമ്മുടെ ഓർമ്മകൾ എന്ന് പറയുന്നത്. അപ്പം അതിൽ ഒരു മെയിനായിട്ടുള്ള കാര്യമാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ സ്കൂൾ ടൈമിലൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ നമ്മൾ കണ്ടൊരു പരിപാടിയെ പറ്റിയാണ്. നമ്മൾ പിന്നെ ഇതൊരു ടോപ്പിക്കായി അങ്ങ് മാറി. അപ്പോൾ ഇതാണ് ഇപ്പം എൻ്റെ ഒരു ടോപ്പിക്കായിട്ട് എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഇതിനെപ്പറ്റി എത്ര പേർക്ക് അറിയാം, അല്ലെങ്കിൽ ഇതൊക്കെ ഇപ്പോഴും ആലോചിക്കുന്നത് നമ്മളെപ്പോലെയൊക്കെ ഉള്ളവരുണ്ടോ എന്നറിയാൻ നമുക്കൊരു ക്യൂരിയോസിറ്റി. അപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെ പറയുന്നത്. അതൊരു വീഡിയോ ഇട്ട് വയ്ക്കാമല്ലോ എന്നങ്ങനെ ചോദിച്ചു. അങ്ങനെ ഞാൻ വീഡിയോ ഇട്ടിട്ടത് കേട്ടോ. ഓക്കെ, ഈ സത്യം പറഞ്ഞാൽ എന്താണെന്നുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആൽബം സോങ്സ് ആയിരുന്നു. ഓക്കെ, ആൽബം സോങ്സ് ഇഷ്ടപ്പെടുന്ന എത്ര പേരുണ്ടെന്നുള്ളത് നമുക്കറിയാൻ പറ്റും ഇതിൻ്റെ ഈ ഒരു ഇതിൽ നിന്ന്. ഓക്കെ, അപ്പം അതെന്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് നമ്മൾ സ്കൂൾ വിട്ട് വരുന്ന ടൈമിൽ എനിക്കൊന്ന് 4 മണി തൊട്ടാണോ അത് 5 മണിക്ക് 5 തൊട്ട് 6 മണി വരെയാണെന്ന് തോന്നുന്നത് കൈരളിയുടെ ബീച്ചാണ്. കൈരളിയായത് ഫസ്റ്റ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഒരു ഗ്രീൻ കളറിൽ ബീച്ച് വരുന്നത്. ഈ വീലാണ് ഡ്രൂ ഡ്രോപ്സ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്. ഡ്രൂ ഡ്രോപ്സിൽ കുറേ പിള്ളേർ ജസ്റ്റ് വൈകിട്ടാകുമ്പോൾ ഇങ്ങനെ വരും. അപ്പം ഞാൻ ഇപ്പം അവരൊക്കെ എവിടെയാണെന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷേ എങ്കിലും ഇവരെ കാണാനാണ് അന്നത്തെ ആങ്കറിങ്ങും കാര്യങ്ങളും അതുപോലെ തന്നെ ഇവരുടെ ഈ ഒരു ആൽബംസും ഈ സോങ്സ് കാണാനാണ് നമ്മളന്ന് ഇരിക്കുന്നത് സത്യം പറഞ്ഞാൽ. അപ്പം ഇതിൽ കുറേ പാട്ടുകൾ ഇങ്ങനെ ചവറായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതും വരും. പിന്നെ ഇതേപോലെ തന്നെയാണ് ആദ്യം വിഷനെ പ്ലസ് വന്നു. പ്ലസ്സിൽ വന്നതാണ് മിസ്റ്റ് എന്ന് പറയുന്നത്. ഈ മിസ്റ്റ് ഞാനതിലൊരു ചെറിയൊരു കണക്ഷൻ ഉണ്ടായിരുന്നു. അന്ന് വന്നിട്ട് ഈ മിസ്റ്റിൽ നമ്മൾ SMS വിന്നർ എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ ഇത്രയും മെസ്സേജ് ചെയ്യുമ്പോൾ അവർ സെലക്ട് ചെയ്യുന്ന ഒരാൾ നമ്മളെ ഇങ്ങോട്ട് വിളിക്കും. ഒരാളെ അവർ സെലക്ട് ചെയ്ത് വിളിക്കും. അപ്പം ഞാൻ ഇതിൽ ഇഷ്ടമുള്ള സോങ് എന്താ ദിവസവും ഇത് ഇങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ട് അയക്കുന്ന ഒരു ഇതാണ്. പക്ഷേ അന്ന് ലൈൻ ഫോണാണ്. അപ്പോൾ ലൈൻ ഫോണിൽ എനിക്കൊന്ന് ടാറ്റോ.com ആണെന്ന് തോന്നുന്നു നമ്മുടെ പേരിലെ ഫോണാണ്. അപ്പോൾ ഇതിൽ ഞാൻ SMS എന്ന് സ്ഥിരം ഈ സ്കൂളിലോട്ട് വരുമ്പോൾ ഈ ടൈമിൽ അയക്കുമായിരുന്നു. അന്ന് എനിക്ക് തോന്നുന്നു വീണ എന്ന് പറഞ്ഞൊരു ഹാങ്കറിങ് ആയിരുന്നു അന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ആ ചെറ്റി എങ്ങനെ കിട്ടി, ഭയങ്കര സന്തോഷമായി എനിക്ക്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അവർ പറഞ്ഞു കൃപയല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ചാനലിൽ നിന്നൊക്കെ വിളിക്കുന്നത് എന്നെ സംബന്ധിച്ച്. ഇവരെ വിളിക്കാറൊന്നുമില്ല എൻ്റെ കാര്യം. അപ്പോൾ അന്നത്തെ പ്രായത്തിൽ ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു മൊമെൻ്റാണ്. അങ്ങനെ ഞാൻ എന്ത് വീട്ടുകാർക്ക് എല്ലാവർക്കും ഡെഡിക്കേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച്. അപ്പോൾ ഒരു ടെലികാസ്റ്റ് ചെയ്ത ദിവസം കാണാമെന്ന് ചോദിച്ചിരുന്നപ്പോൾ അന്ന് പക്ഷേ ഇല്ലായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു അന്ന് ഞാൻ ഫസ്റ്റ് ചോദിച്ച സുന്ദരിയേ വാ എന്ന് പറഞ്ഞൊരു പാട്ട് ഫ്രാങ്ക് പാടിയത്. ആ പാട്ടാന്ന് ചോദിച്ചു. എന്നിട്ട് ഞാൻ അത് പാടുകയും കൂടി ചെയ്തു. എൻ്റെ പൊന്നു അന്നത്തെ 4 വരി എന്നെക്കൊണ്ട് കഷ്ടകാലത്തിൽ ഒരു പാടിപ്പിച്ചതാണ് കേട്ടോ. അപ്പം അന്നത്തെ എനിക്ക് തോന്നുന്നു മിസ്റ്റ് ഡ്രൂ ഡ്രോപ്സ് ഇതൊക്കെയാണ് അന്നത്തെ ഏറ്റവും കൂടുതലായിട്ട് തന്നെ ഒരു ആൽബം സോങ്സ്. അങ്ങനെ അല്ലാതെ ഒരു ആൽബം സോങ് ആയിട്ടൊരു ഇത് ഇറങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. വേറൊരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക, കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ സോങ്സ് അന്ന് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം സ്ഥിരം കാണുന്ന കുറച്ച് സോങ്സ് എനിക്ക് തോന്നുന്നു മിസ്റ്റിലെ ഈസ്റ്റ് കോസ്റ്റിൻ്റെ കുറേ സോങ്സൊക്കെ വരാറുണ്ടായിരുന്നു. അതാണ് അന്നത്തെ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഫസ്റ്റ് സുന്ദരിയമ്മ തന്നെയാണ് അന്നത്തെ ഫേമസ്. സുന്ദരിയമ്മ ഇറങ്ങി അത് കഴിഞ്ഞിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പം മറ്റേ ചെമ്പകമേ എന്ന് പറഞ്ഞൊരു സോങ് ഉണ്ടായിരുന്നു, ചെമ്പകമേ. പിന്നെ മേലെ മാനത്ത്. ഇത് ഇത്രയാണ് അന്നത്തെ സ്ഥിരം വോയിസൊക്കെ കൂട്ടി എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പാടുന്ന പാട്ടുകളായിരുന്നു ചെമ്പകമേ. പിന്നെ ഇത് കഴിഞ്ഞാണ് കുറച്ച് നൊസ്റ്റു ഇറങ്ങുന്ന രീതി ഇറങ്ങിയ പാട്ടുകൾ. എനിക്ക് തോന്നുന്നു അന്നത്തേന് എന്തോ ഒരു പാട്ടുണ്ടായിരുന്നു, ഒരു പെണ്ണും പയ്യൻ്റെയും ഒരു പുള്ളിക്കാരി പെട്ടുപാവടയുടെ രീതി, നാടൻ രീതി, പയ്യൻ ഇച്ചിരി ജിമ്മനൊക്കെ ആയിട്ടുള്ള ഒരാളായിരുന്നു. ആ രീതിയിൽ സോങ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കോമലകൻ രീതിയിലൊക്കെ അവർ കാണിച്ചു പോകുന്നത് അന്നത്തെ ഒരു പ്രണയത്തിൻ്റെ രീതിയിലാണ്.
കാർത്തികരാവിൻ്റെ ദീപങ്ങൾ സാക്ഷിയായി എന്നും പറഞ്ഞിട്ടൊരു പാട്ടുണ്ടായിരുന്നു. ഇതൊക്കെ സെർച്ച് ചെയ്ത് നോക്കി ഇപ്പോഴും യൂട്യൂബിലുള്ള പാട്ടുകളാണ് കേട്ടോ. ഇതൊക്കെ അന്നത്തെ നമ്മളെ സംബന്ധിച്ച് ഇതൊക്കെ അടിപൊളി സോങ്സാണ്. പിന്നെ മറ്റേ മഴക്കാലമല്ലേ മഴയല്ലേ എന്ന് പറയുന്നൊരു സോങ് ഉണ്ട്. പിള്ളേർ എനിക്കത് ലെന ഇപ്പം നണിയെ പോലെ ഇരിക്കുന്ന ഒരു പെണ്ണാണ്. ഇങ്ങനെ വണ്ടി സൈക്കിൾ ഓട്ടിച്ചിട്ട് ഇങ്ങനെ പോകുന്നൊരു പാട്ട്. പിന്നെ ഒരു ഓറഞ്ച് ഇരിക്കുന്ന ഒരാൾ പെണ്ണ് ഓമയാണ്, ഇഷ്ടമാണെന്നാലും ചൊല്ലിയതാരാണ് അറിയില്ല, അങ്ങനത്തെ ഒരു പാട്ട് സെറ്റായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ ബ്രേക്കപ്പ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ തുടങ്ങുമ്പോഴുള്ള ഒരു സോങ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ചിന്തിക്കുക ഓരോ ടൈമിൽ ഓരോ സോങ്സാണ് നമുക്ക് ഈ എനിക്കിഷ്ടപ്പെട്ടതൊക്കെയാണ് ഞാനിപ്പോൾ ഈ പറയുന്നത്. അപ്പം എനിക്കത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അടുത്തൊരു സോങ് എന്ന് പറഞ്ഞാൽ മറ്റേ മിഴികളിൽ ചുടുനനവുമായി പാടാം ഈ ഗാനം എന്ന് പറയുമ്പോൾ എന്ന് വെച്ചാൽ സ്കൂൾ ടൈമിലെ പ്രണയമാണ്. അവർ തമ്മിൽ രണ്ടുപേരും അറിയാതെ പോകുന്നു, അവരൊരു സ്ഥലം ഗിഫ്റ്റ് വെച്ചിട്ട് പോകുന്നു, പിന്നെ അവരായിട്ടൊരു ഗായകനുമായി മാറുന്നു. അങ്ങനത്തെ ഒരു സോങ് ഉണ്ട്. അതൊക്കെ ഇപ്പോഴും യൂട്യൂബിലാണ് നിർത്തി അങ്ങനത്തെ ആ ഒരു സോങ്. പിന്നെ ഒരു പയ്യൻ്റെ വീട്ടിൽ ഇഷ്യൂ കാരണം നാൾ വിട്ട് പോകുന്ന ഒരു പാട്ടുണ്ടായിരുന്നു. നീ എവിടെ എൻ്റെ കളിത്തോന്നി എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ട്. പിന്നെ അവർ രണ്ടുപേരും ബസ്സിൽ വെച്ച് കണ്ടുമുട്ടുന്നു, കോയിൻസിൻ്റെ വീടിനിടയിൽ. ഇതൊക്കെ എപ്പോഴുള്ള പാട്ടാണ്. പിന്നെ ഇതൊക്കെ ഒരു പ്രണയ സോങ്സ് എന്ന് പറഞ്ഞ സോങ്സിലൊക്കെയാണ് ഇതിൻ്റെ അകത്ത് പോകുന്നത്. പിന്നെ രാവിൻ നിലാക്കായൽ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. സിനിമ പാട്ടല്ല, ആൽബം പാട്ടാണ്. നീ മാത്രം എന്ന് വെച്ചാൽ രണ്ടുപേരും എന്തോ ഇഷ്ടമായിട്ട് പണങ്ങി പോകുന്നു. പിന്നീട് അവർ വയലിനിസ്റ്റ് എന്തോ ആവുന്നു, അവൾ ആ പാട്ട് കേൾക്കാൻ വരുന്നു, അവൾ വെച്ചൊരു കാണുന്നു, നിന്ന് ഇതായി പോകുന്നു. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് മെലഡീസൊക്കെ നമുക്ക് എപ്പോഴും അന്നത്തെ കാലത്തൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓഫ് കോഴ്സ് എനിക്ക് തോന്നുന്നു യേശുദാസിൻ്റെ ഓർമ്മയ്ക്കായി ഒരു സ്നേഹഗീതം എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അപ്പം അതിനകത്ത് രണ്ട് കപ്പിൾസിൻ്റെ വിരഹവും കാര്യങ്ങളൊക്കെ തന്നെയാണ് കാര്യം. പക്ഷെ എന്താ വെച്ചാൽ ഇതിൽ ഏറ്റവും കൂടുതൽ കാര്യം എന്ന് വെച്ചാൽ നമുക്കത് എന്തോ പറയുക ഓർമ്മയായി മാറുമ്പോഴാണല്ലോ നമുക്കത് പിന്നെ നമ്മൾ കേൾക്കുമ്പം ഇപ്പോൾ നമ്മുടെ ഓരോ സിറ്റുവേഷൻസ് നമ്മൾ കഴിഞ്ഞ കാര്യങ്ങളെ കണക്ട് ചെയ്യുമെന്ന് പറയുന്നത് ഭയങ്കര കണക്ട് ചെയ്യുന്ന സോങ്സാണ്. ഇപ്പം ആൽബം സോങ്സിലെ കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ ഇപ്പോഴത്തെ രീതിയിൽ നമ്മളിത് കേട്ട് ഇങ്ങനെ ഇരിക്കും. ഇന്നത്തെ കാലത്തെ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നടന്നു പോയ കുറേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ വെച്ച് നമ്മൾ കണക്ട് ചെയ്തപ്പം ആ സോങ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് അതിനൊരു എവിടേക്കും ഭയങ്കര കണക്ഷൻ തോന്നുന്ന പോലെ നമുക്ക് തോന്നും അങ്ങനത്തെ കുറേ സോങ്സുകൾ. പിന്നെ അതുപോലെ എനിക്ക് എടുത്തു തോന്നിയത് സ്കൂൾ ടൈമിലായാലും ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു എടുത്ത് പറഞ്ഞതാണ് ഒലിയു എന്ന് പറഞ്ഞൊരു ആൽബം ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ പൊന്നെ താരാട്ടിൻ ഗീതം കേൾക്കൂ ഈ കാതിലുള്ളൊരു സോങ് ഉണ്ട്. ഒരു ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് രീതിയിലാണ് സംഗതി എടുത്തിരിക്കുന്നത്. 5 ഫ്രണ്ട്സാണ്. 5 ഫ്രണ്ട്സ് തമ്മിൽ ഭയങ്കര ഒരു ട്രൂപ്പായിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക പാട്ട് ഡ്രംസ് അങ്ങനെയൊക്കെയുള്ള ട്രൂപ്പാണ്. പിന്നെ ലാസ്റ്റ് അവർ അത് നഷ്ടപ്പെട്ട് അവരുടെ ഫ്രണ്ട്ഷിപ്പ് പോകുന്നു. പിന്നീട് അവരുടെ ആ ഒരു പേര് മാത്രം കാണിക്കുന്ന ഫ്രണ്ട്സ് കോളേജ് ടൈം കഴിയുമ്പോഴെല്ലാം പിരിഞ്ഞു പോകും. ലാസ്റ്റ് ഇതിൻ്റെ പോലെ ഒരു BJ ലാസ്റ്റ് ഒരു ഒടുക്കത്ത ഒരു സൗണ്ട്. ഇപ്പം അന്നത്തെ നമ്മുടെ ആ ഒരു സ്കൂൾ ടൈമിലുള്ള ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മൾ മിസ് ചെയ്യുമ്പോൾ എൻ്റെ പോലെ ഈ പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ പോലെ എവിടേക്കോ നമുക്ക് കുത്തുന്ന വേദനയ്ക്കുന്നു എന്നൊക്കെ അങ്ങനത്തെ ഓർമ്മ. നമ്മളിപ്പോൾ ഈ ഇടയ്ക്ക് സംസാരിച്ചപ്പോൾ ഈ ടോപ്പിക്ക് വന്നപ്പോഴത്തേക്കും അപ്പോൾ ഭയങ്കര ഒരു വിഷമമാണ് നമുക്ക് ഫീൽ ചെയ്തത്. അയ്യോ ഇനി അങ്ങനത്തെ ഒരു ലൈഫിലൂടെ നമ്മളിനി പോകത്തില്ല, നമ്മുടെ സ്കൂൾ ടൈമിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഇതിലോട്ടൊന്നും പോകത്തില്ല. അപ്പോൾ ആ സോങ്ങുമായിട്ട് അത് കണക്ട് ചെയ്യുമ്പോഴത്തേക്കും ഓരോ പാട്ടിനും ഓരോ ഇതുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ പാടു സൈകാൽ പാടു എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു ഇതുണ്ടായിരുന്നു. ഞാനറിയാതെ മനം കവർന്നു പോയ പ്രാണനും പ്രാണനാം പെൺകിടാവേ എന്ന് പറഞ്ഞിട്ടൊരു പാട്ട്. അത് ആൽബം സോങ് ആണ്. എനിക്ക് തോന്നുന്നു ഒരു ഇത് റൂപ് എന്ന് പറഞ്ഞൊരു ആളാണ് തോന്നുന്നത് കമ്പോസ് ചെയ്തിരിക്കുന്നത് തോന്നുന്നു. എന്ന് വെച്ചാൽ ഒരു ഗായികയെക്കുറിച്ച് കാറ്റുമായിട്ടൊന്ന് സംബന്ധിച്ച് അങ്ങനെ പറയുന്നതാണ്. അതും ഒരു നൈസ് വൈബ്. എന്ന് വെച്ചാൽ ഇപ്പം അങ്ങനത്തെ ഒരു സോങ്സ് ഉണ്ടല്ലോ എന്ന് വെച്ചാൽ ഗസൽ ടൈപ്പ് കേൾക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നത്. ജിപ്സോമാരുടെ ഒരു ഗസൽ പോലത്തെ ഒരെണ്ണം ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പം അങ്ങനത്തെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ആ ഒരു രീതി ഞാൻ അങ്ങനത്തെ ടൈപ്പ് കുറച്ച് സോങ്സൊക്കെ കേൾക്കുന്നത്. അപ്പം ഇന്നതെല്ലാം എന്ന് പറഞ്ഞാൽ കുഞ്ഞു നല്ലൊരു മെമ്മറീസാണ്. അതേപോലെ ഈ ഒരു എന്താ പറയുക ആൽബം സോങ്സും കാര്യങ്ങളൊക്കെ ഇന്ന് നമുക്ക് എനിക്ക് ആൽബം ഇന്ന് വളരെ കുറവാണ്. പണ്ടത്തെ ആ ആൽബം പോലത്തെ ഒരു സോങ്സ് ഒന്നും ഇപ്പോൾ ഇറങ്ങാൻ ലിസ്റ്റുകൾ എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറേ ഉണ്ട്. ഞാൻ ഇന്നും സെർച്ച് ചെയ്യാറുണ്ട് യൂട്യൂബിനകത്തൊക്കെ. അതായത് കുറേ മിസ്സിങ് ആയ സോങ്സ് ഒന്നും ഇപ്പോഴും അതിന് കിട്ടുന്നൊന്നുമില്ല. ശ്രാവണ മുഗളി എന്ന് പറയുന്നൊരു ആൽബം ഉണ്ട്. വെച്ചാൽ ഒന്നുമില്ല, പുള്ളിക്കാരി വെക്കേഷന് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരുന്നു, തറവാടും കാര്യങ്ങളും കാണുകയാണ്. സത്യം പറഞ്ഞാൽ വീട് കാര്യങ്ങൾ ഇപ്പം എന്തോ പറയട്ടെ പണ്ട് ഇപ്പം
നമ്മൾ താമസിച്ചൊരു വീട്. അപ്പം ഇപ്പം നമ്മളെ സംബന്ധിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ടൊരു വീടുണ്ട്, ഒരു വീട് ഇപ്പം ഇല്ലാതെ അല്ലെങ്കിൽ വാടകയ്ക്ക് ഇരിക്കുന്നതാണ്. അപ്പോൾ അവർക്ക് സ്വന്തം വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു മെമ്മറിയാണ് അല്ലേ, കളിച്ചുകൊടുക്കുന്നത്. അതേപോലെ സ്വന്തം വീട്ടിലേക്ക് പുള്ളിക്കാരി വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരുന്നു. ആ നാടും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് പുള്ളിക്കാരി തിരിച്ചു പോവുകയാണ്. അതാണ് സോങ്. അപ്പം ശ്രാവണ മുഖലേ എന്ന് പറഞ്ഞൊരു സോങ്. അപ്പം അതൊക്കെ ഭയങ്കര ഒരു മെമ്മറി. നമ്മൾ കേട്ടുകൊണ്ടൊക്കെ കുറച്ച് നമ്മൾ പറയും നൈറ്റ് ഈ ഒരു സാധനം ഹെഡ്സെറ്റും വെച്ചിട്ട് മഴയൊക്കെ ഉണ്ടെങ്കിൽ അതും സൂപ്പറാണ്, കേട്ടുകൊണ്ടൊക്കെ ഇരുന്ന് നമ്മൾ പറയില്ല, അത് ആ ഒരു ഓർമ്മയിലോട്ട് നമ്മളിങ്ങനെ പൊക്കോണ്ടേയിരിക്കും എന്ന് പറയില്ല. അങ്ങനെയൊക്കെയുള്ള കുറേ സോങ്സൊക്കെ അതിനകത്തുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നത് കേരളം എന്ന് പറഞ്ഞിട്ടൊരു ഇതേപോലെ തന്നെയാണ്, നാട്ടിൽ കാണാനായിട്ട് മുത്തശ്ശൻ്റെ അടുത്ത് വരുന്നൊരു പെൺകുട്ടിയുടെയാണ്. ഈ ചിത്രപടയ സോങ്ങാണെന്ന് തോന്നി, ഈ മഴയും പുഴയും എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാട്ട്. പിന്നെ കുറേ നാടൻ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് നാടൻ പാട്ടിനെക്കാട്ടി എനിക്ക് തോന്നുന്നു കുറച്ച് റൊമാൻറ്റിക് സോങ്സും പിന്നെ അതേപോലെ തന്നെ കുറേ ട്രാജഡീസ് അങ്ങനെയൊക്കെയുള്ള കുറേ സോങ്സും നമ്മൾ പറയുമല്ലോ, നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ടുള്ളത് ചിലപ്പോൾ ഇതൊക്കെ. എനിക്ക് പൊതുവെ ഇങ്ങനെയുള്ള കുറച്ച് സോങ്സ് കേൾക്കുന്ന ഒരാളും നമ്മൾ പറയും കുറച്ച് മെമ്മറി കൊണ്ട് കുറച്ച് നല്ല നല്ല ഓർമ്മകൾ, അഴുക്ക ഓർമ്മയായാലും നല്ല ഓർമ്മയായാലും അതിലൊന്നും കാര്യമില്ലെന്ന് പറയല്ലേ. അതായത് ദുഃഖിക്കുന്നതും സങ്കടമുള്ളത് എന്തൊക്കെ ഓർമ്മകളാണ്, ഓർമ്മകളല്ല എന്നും മധുരമുള്ളതാക്കി മാറ്റുക എന്ന് വെച്ചാൽ പിന്നെ നമുക്കതൊരിക്കലും കടന്നു വരാനും പോകുന്നില്ല. പിന്നെ അതെല്ലാം നമുക്ക് നമ്മൾ കുത്തുന്ന വേദനയായിരിക്കും, നമ്മൾ ചിന്തിക്കാറ് കൂടി ഇല്ലായിരിക്കും. പക്ഷെ ചില സോങ്സ് നമ്മളെല്ലായ്പ്പോഴും കണക്ട് ചെയ്തുകൊണ്ടിരിക്കും ഇമോഷണലി. അപ്പം അങ്ങനെ എനിക്ക് തോന്നിയത് കുറച്ച് ആൽബം സോങ്സാണ് ഞാനിപ്പോൾ പറഞ്ഞത്. പക്ഷേ നമുക്ക് ഇനി ഇപ്പം അന്ന് കൂട്ടുകാരായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടവരായിട്ട് കണ്ടതൊന്നും ഇപ്പം നമ്മളിനി കാണാൻ പോകുന്നില്ല. അപ്പം അത്രയും നല്ല മനോഹരമായ കുറച്ച് നല്ല ആൽബം സോങ്സൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ആൽബം സോങ്സ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പറയുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഓരോ ടൈമിലും ഓരോ ഏജുകാർക്ക് ഓരോ ഇപ്പോഴത്തെവർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ BTS അങ്ങനെയുള്ള കുറച്ച് ഏജിൽ പോയി ഇപ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞിട്ട് 25 വർഷം കഴിയുമ്പോഴായിരിക്കും ഒരു മഴ വന്നത്തെ കാലത്ത് ഈ പാട്ടിലൊക്കെ ഭയങ്കര ഇതായിരുന്നു എന്ന് പറയും. അതേപോലെ എൻ്റെ ടൈമിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ കുറച്ച് ആൾക്കാരുടെ ടൈമിൽ നമുക്ക് മുമ്പുണ്ടായിരുന്ന ടൈമിലൊക്കെ ഉള്ളതാണ് ആൽബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽബം സോങ്സ്. മിസ്റ്റും ഡ്രൂഡോട്സും ആണ് നമ്മളെ സംബന്ധിച്ചിടത്ത് ഇഷ്ടപ്പെട്ട സോങ്സ്. അപ്പം അതിനെപ്പറ്റി ഒരു ചെറിയ വീഡിയോ ഇടണമെന്നുണ്ടായിരുന്നു. ഇതിൻ്റെ കുറേ ആൽബം സോങ്സ് ഉണ്ട് ലിസ്റ്റായിട്ടാണ്. ഇപ്പോൾ ഓർമ്മിച്ചിട്ടൊന്നും കുറേ കിട്ടുന്നില്ല. ഇപ്പം കേൾക്കുമ്പോൾ ഇതേപോലെയൊക്കെ ഓർമ്മ വരും. ഇപ്പോൾ ഇതേപോലെ അടുത്തൊരു നല്ലൊരു മെമ്മറികൾ എന്തൊക്കെയാണുള്ളത്